വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈപ്പോളർ ഡിസോർഡർ 2 എന്താണ് എന്നുള്ളതാണ്. മേജറായിട്ടുള്ള ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡുകൾ 2 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോഴാണ്. അതോടൊപ്പം ഒരു ഹൈപ്പോമാനിക് എപ്പിസോഡെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ബൈപ്പോളർ 2 ആണ് എന്ന് നമ്മൾ പറയുന്നത്. പലരും വിചാരിക്കുന്നത് ബൈപ്പോളർ 1ൻ്റെ മറ്റൊരു രൂപം, ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് പലപ്പോഴും ഇതിൻ്റെ ഇതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഡയഗ്നോസ്റ്റിക് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേതാണ് സിവിയർ എന്ന്, ഇത് കമ്പാരറ്റീവ്ലി ഏതാണ് സിവിയർ എന്ന് ചോദിക്കുന്നതിനർത്ഥമില്ല എന്നർത്ഥം. രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് പ്രൊഫഷണലുകൾ ഇതിനെ കാണുന്നത്. ബൈപ്പോളർ 2 ഡിസോർഡർ 1നെ അപേക്ഷിച്ചിടത്തോളം അല്പം കൂടെ സിവിയർ കുറവാണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം. കാരണം ബൈപ്പോളർ 1ലുള്ള ആളുകൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള മാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അത്രമാത്രമുള്ള എപ്പിസോഡുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഹോസ്പിറ്റലൈസേഷൻ മിക്കവാറും നിർബന്ധമായിട്ട് വരും. ഈ ബൈപ്പോളർ 2ൽ ഹോസ്പിറ്റലൈസേഷൻ മിക്കവാറും റിക്വയർഡ് അല്ല. മെഡിസിൻ കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, പക്ഷേ ഹോസ്പിറ്റലൈസേഷൻ പലപ്പോഴും റിക്വയർഡ് ആവാറില്ല. പലപ്പോഴും കൺസൾട്ടിങ്ങിന് വരുമ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് മാത്രമാണ് എന്ന് ഡയഗ്നോസ് ചെയ്ത് അതുമായി മാത്രം ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം പൂർണ്ണമായും മാറുന്ന ഒരവസ്ഥ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈപ്പോളർ 2 എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനിക്കായിട്ടുള്ള എപ്പിസോഡുകൾ ബൈപ്പോളർ 1ൻ്റെ പ്രധാനപ്പെട്ട സിംറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാതിരിക്കുന്ന സമയത്ത് ഇത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ഡോക്ടേഴ്സ് പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണുന്നത്. ബൈപ്പോളർ 2 ഉള്ള ആളുകൾ ഇതിൻ്റെ എപ്പിസോഡുകൾ, ഈ പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥകളിൽ തന്നെ അവർ സാധാരണ നോർമലായിട്ടുള്ള ജീവിതം പലപ്പോഴും നയിക്കും. അതുകൊണ്ട് തന്നെ ബൈപ്പോളർ 1 പോലെ 2 പെട്ടെന്ന് തിരിച്ചറിയുക സാധ്യമല്ല. അത് ഡിപ്രഷൻ മാത്രമായിരിക്കും എന്നൊരവസ്ഥയിലാണ് പലപ്പോഴും കാര്യങ്ങൾ വേഗം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇത്തരം ആളുകൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വരുന്നത് സൈക്കാട്രിക് ആണെങ്കിലും സൈക്കോളജിക്കലാണെങ്കിലും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രസീവ് മൂഡിനായതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. നോർമൽ ലൈഫ് വളരെ ഹാപ്പി ആവുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒന്നുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിൽ വരുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് നമ്മൾ കാണാറുണ്ട്. ബൈപ്പോളർ 2 ഉള്ള ആളുകൾക്ക് മിക്കവാറും അതിൻ്റെ കൂടെ ആങ്സൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറോ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നൊരവസ്ഥകളും ഇതിൻ്റെ കൂടെ മിക്കവാറും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ബൈപ്പോളർ 2 എന്നുള്ളത് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളുണ്ട്, അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യും.